അതേപോലെ തന്നെ അതിലുപയോഗിക്കുന്ന സ്പൈസസ്, ആ സ്പൈസസ് നമ്മൾ മുഴുവൻ റെഡിമെയ്ഡ് വാങ്ങുകയൊന്നും ചെയ്യാതെ നല്ല ഇപ്പോൾ എക്സാമ്പിൾ സിനമൺ, നമ്മളുടെ നല്ല ചുരുൾപ്പട്ട പോലത്തെ സിനമൺ തന്നെ ചൂസ് ചെയ്ത് അത് വാങ്ങി അത് റോസ്റ്റ് ചെയ്ത് അത് പൗഡർ ചെയ്തിട്ടാണ്. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രം ആ എല്ലാ ഇൻഗ്രീഡിയൻസും ചെയ്തിട്ട് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഒരു 6 months മിനിമം വേണം ഒരു ഫ്രൂട്ട് സോക്കായി കിട്ടാനായിട്ട്. ആ ഫ്രൂട്ട് അതേപോലെ സോക്കായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ബാറ്റർ ചെയ്യുമ്പോൾ, ഒരു കേക്കിൻ്റെ ബാറ്റർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് മിക്സായി പോകും ആ ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഷുഗറോ അല്ലെങ്കിൽ സിന്തറ്റിക് പ്രോഡക്ട്സോ കെമിക്കൽസോ കളറോ ആർട്ടിഫിഷ്യൽ തിങ്സോ ഒന്നും യൂസ് ചെയ്യണ്ട. പാരഗണിനും ബ്രൗൺ ടൗണിൻ്റെ കംപ്ലീറ്റ് ടീം മെമ്പേഴ്സിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്, എസ്പെഷ്യലി രാജേഷ് ചേട്ടനോട് വിളിച്ചതിൽ. നൈസായിരുന്നു, രസമായിരുന്നു. ഒരു എൻ്റെ ഇഷ്ടമാണോ കേക്ക്? എസ്പെഷ്യലി ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? കാരണം അതിൽ ആക്ച്വലി മിക്സിങ് തന്നെയാണ് അതിൽ മെയിൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ,